അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. ഒരു സർക്കുലർ ഡിസ്കിന്റെ റേഡിയസ് R1 thickness T1. വേറെ ഡിസ്ക് made of the same material radius R2 thickness T2. If the moment of inertia both disks are same, R1 by R2 2 ആണെന്ന് തന്നു, then T1 by T2. അതാണ് കണ്ടുപിടിക്കണം. അപ്പോൾ ആൽഫ കിട്ടിക്കോളും. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏതാ? ഇത് തിൻ ഡിസ്ക് അല്ല, ഒരു ഇത്തിരി തിക്നെസ് ഉണ്ട്. യെസ്, ഒരു ഇത്തിരി തിക്നെസ് ഉള്ള ഡിസ്ക് വിചാരിച്ചോ. യെസ്, ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സ് എടുത്തിട്ട് ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് ഏതാ ഇക്വേഷൻ? യെസ്, I is equal to mr square by 2. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ബോത്ത് ദിസ് ആർ സെയിം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ എഴുതാം, m1 r1 square by 2 that is equal to m2 r2 square by 2. 2 got cancelled. യെസ്, ഇനി ഇവിടെ മാസ് തന്നിട്ടില്ല, പകരം തിക്നെസ് ആണ്. അപ്പം മാസ് എന്നുള്ളത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എങ്ങനെ എഴുതാം? ഏരിയ ഇൻറ്റു തിക്നെസ്. അപ്പം A1 T1 R1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു A2 T2 R2 സ്ക്വയർ. ഇനി ഏരിയ ഏതാ? ഡിസ്ക് അല്ലേ, പൈ R1 സ്ക്വയർ. T1 ഇവിടെ ഓൾറെഡി ഒരു R1 സ്ക്വയർ ഉണ്ട്, A2 പൈ R2 സ്ക്വയർ, ഇവിടെ T2 ഇവിടെ ഓൾറെഡി ഒരു R2 സ്ക്വയർ ഉണ്ട്. ദിസ് ഗുഡ് ക്യാൻസൽഡ്. അപ്പം T1 by T2 is equal to എന്ത് കിട്ടി? T1 by T2 is equal to അങ്ങോട്ട് പോയാൽ R2 by R1 raised to 4 അല്ലേ വരിക? യെസ്, R1 by R2 2 ആണെങ്കിൽ R2 by R1 1 by 2 വരും. 1 by 2 raised to 4 that is 1 by 16. അപ്പോൾ ആൽഫ 3. ആൽഫ is equal to what? 16. തിക്നെസ് എന്നാൽ മാസിന്റെ ടേംസിലേക്ക് മാറ്റണമെന്ന് കത്തിയാൽ എളുപ്പമായിരിക്കും. ഫൈൻ. അപ്പോൾ ആൻസർ ഈസ് 16.